ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നടക്കുന്ന ഏതൊരു സംഭവത്തിനും നർമ്മത്തിന്റെ ഭാവം നൽകി പ്രേക്ഷക ഹൃദയങ്ങളിൽ ചേക്കേറിയ സിനിമാല ടീം അവതരിപ്പിക്കുന്ന കോമഡി ഷോ ആണ് അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ. അപ്പോൾ എല്ലാ ടെൻഷൻസും മാറ്റിവെക്കുക, ആർത്തിച്ചിരിക്കാൻ ഇതാ നിങ്ങൾക്കൊരു അവസരം. എൻജോയ്. എല്ലാ പ്രേക്ഷക സുഹൃത്തുക്കൾക്കും കോമഡി നിമിഷങ്ങളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിഷുദിനത്തിന്റെ 1000 മംഗളാശംസകൾ പ്രത്യേകമായി നിങ്ങൾക്ക് ഇവർക്കും നേരുകയാണ്. ഒപ്പം തന്നെ നന്മയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ചിരിക്കാൻ എളുപ്പമാണ്, എന്നാൽ ചിരിപ്പിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്. ചിരി മനുഷ്യന്റെ ആയുസിനെ വർദ്ധിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് വേദിയിൽ ചിരിയുടെ നർമ്മത്തുകൾ ഒരുക്കുന്ന കലാകാരന്മാർ വിവിധ TV ചാനൽ പ്രോഗ്രാമുകളിലൂടെയും ഏതാനും സിനിമകളിലൂടെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതരാണ്. എങ്കിലും ഔപചാരികമായി അവരൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഓണമായെന്ന് നമ്മൾ അറിയുന്നത് ഓണക്കാലത്ത് നമ്മുടെ വീടിന്റെ മുറ്റത്തിടുന്ന പൂക്കളങ്ങൾ കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഓണമായെന്ന് നമ്മൾ അറിയുന്നത് ഓണക്കാലത്ത് പുറത്തിറങ്ങുന്ന കോമഡി പ്രോഗ്രാമുകളുടെ പോസ്റ്ററുകൾ കണ്ടുകൊണ്ടാണ്. ഓണക്കാലത്ത് പുറത്തിറങ്ങുന്ന ദേമാവേലി കൊമ്പത്ത്, ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം തുടങ്ങിയ പ്രോഗ്രാമുകളിലെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മാവേലി മന്നന് ഇന്നസെന്റിന്റെ ശബ്ദവും ഭാവവും നൽകി അനുകരിക്കുന്ന കലാകാരൻ, സിനിമാലയിലെ സജീവ സാന്നിധ്യം. ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ഭഗവതിപരം എന്ന ചിത്രത്തിൽ നല്ലൊരു കഥാപാത്രത്തെ ഒരുക്കിയ കലാകാരൻ. സ്വാഗതം ചെയ്യാം കലാഭവൻ ജോഷി. ഗുരുവായൂരിലെ നന്മയ്ക്ക് 1000 നന്മകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും വിഷുവിൻ്റെയും ഈശ്വരൻ്റെയും എല്ലാം 1000 ആശംസകൾ. നല്ലൊരു ഷോ ആശംസിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്നസെന്റിന്റെ ശബ്ദം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന കലാകാരനാണ് ജോഷി. ഇന്ന് ജോഷി ഇന്നസെന്റിനോടൊപ്പം ഇന്തോനേഷ്യയിൽ പോയി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നുള്ളൂ. ഏതായാലും സന്തോഷം നിറഞ്ഞ ഈ നിമിഷത്തിൽ ഇന്നസെന്റിന്റെ ശബ്ദം ലൈവായിട്ടൊന്ന് കേൾക്കണ്ടേ? ഓക്കെ, അപ്പൊ ഇന്നസെന്റിന്റെ ശബ്ദം ജോഷിയിലൂടെ നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ബിജു പറഞ്ഞ പോലെ ഇന്നലെ ഞാനും ഇന്നസെന്റൊക്കെ ഇന്തോനേഷ്യയിലായിരുന്നു. ദൈവാധീനം കൊണ്ട് ഭൂകമ്പത്തിൽ നിന്നും ഞങ്ങളും രക്ഷപ്പെട്ടു. ഇന്നലെ ഞങ്ങൾക്കും ഒരു ഭൂകമ്പം കിട്ടി. പക്ഷെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ പോയി കഴിഞ്ഞാൽ നീയും പോവുമല്ലോ, അതുകൊണ്ട് പിന്നെ നീ എന്നെ അനുകരിക്കില്ലല്ലോ എന്ന്. അങ്ങനെ പുള്ളി പറഞ്ഞത്. വളരെ സരസമായിട്ട് ആ സമയത്ത് കോമഡി പറയാൻ പറ്റുന്ന ഒരു വലിയ കലാകാരൻ. ആ കലാകാരനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയിലെ മനോഹരമായൊരു ഗാനം, ഒരു പാട്ട് ഇന്നസെന്റേട്ടൻ പാടുന്നുണ്ട്. മോഹൻലാലും രാജുവൊക്കെ കൂടിയിരിക്കുന്ന ആ ട്രെയിനിൽ വെച്ച് അതൊന്ന് നമുക്ക് തുടങ്ങാം. ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളില്ലെങ്കിൽ മറ്റന്നാൾ വരും, എന്നാലേ ഏതാലേ ടോളിക്കുട്ട. ഇത് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയിലെ ഇന്നസെന്റിന്റെ ശബ്ദമാണ്. ഇവിടെ നിൽക്കുന്ന കലാകാരന്മാർക്ക് നിങ്ങളുടെ നിറഞ്ഞ കയ്യടിയാണ് വേണ്ടത് കേട്ടോ. ഞങ്ങളെ ജഡ്ജ് ചെയ്യാൻ ആരിയിരിക്കരുത്. നല്ല കയ്യടി, അതല്ല ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്. ഇനി ഇന്നസെന്റിന്റെ മറ്റൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇതിലത്തെ ഡയലോഗ് ഞാൻ ഒരുപാട് TV ഷോസിലൂടെ എടുത്തിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മണിച്ചിത്രത്താഴിലെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ താക്കോലെടുക്കാൻ പോയി പേടിക്കുന്ന മനോഹരമായ രംഗം. രാഘവോ, മാടമ്പിള്ളിയില് യക്ഷിയുണ്ട്, പ്രേതമുണ്ടെന്നൊക്കെ നാട്ടുകാര് പറയുന്നുണ്ട്. നീ ധൈര്യമായിട്ട് വന്നു, നിനക്ക് ഞാൻ ധൈര്യമായിട്ട് തന്നു. എന്നിട്ടിപ്പോ രാഘവോ 4 വലി അങ്ങ് വലിക്കുക, അത്രയല്ലേ രാഘവ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. രാഘവോ നീ ഒളിച്ചു നിന്നാണോ രാഘവോ? മലയാള സിനിമയിൽ വില്ലനായി കടന്നു വന്ന് തുടർന്ന് ഹാസ്യതാരമായി സംവിധായകനായി ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ കൊച്ചൻ അനീഫ. ശരീരഭാഷ കൊണ്ട് ജോഷിയുമായി അടുത്ത് നിൽക്കുന്ന കൊച്ചൻ അനീഫയെ ജോഷിയിലൂടെ ഒന്ന് കേൾക്കാം. മീശമാധവൻ സിനിമ എല്ലാവരും കണ്ടു കാണും. ആ സിനിമയിലെ തുടക്കത്തിൽ തന്നെ ഒരു വിഷുക്കണി കാണിക്കുന്ന, ഒരു കണി കാണിക്കുന്ന മനോഹരമായ രംഗമുണ്ട്. അല്ല, ജോഷിയുടെ കണി കാണിക്കാൻ പോകണോ? ഗുരുവായൂരിൽ വന്നിട്ടല്ലേ കണി കാണിക്കുന്നത്, നല്ല പണി കിട്ടും. അതുകൊണ്ട് ആ കണി ഞാൻ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ജഗദീഷ് ശ്രീകുമാറിന്റെ അടുത്ത് നിന്നിട്ട് മനോഹരമായ ഡയലോഗ് പറയുന്നുണ്ട്. പിള്ളേച്ച
ഇന്നലെ പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞ കേട്ടല്ല. എന്റെ പിന്നെ ചന്തിന്ന് പറയണ്ട, കുട്ടീന്ന് പറഞ്ഞാൽ മതി. എന്റെ പൊന്ന്, എന്റെ അച്ഛന്റെ കണ്ണിൽ 2 ഇരുട്ടിൽ വെച്ചിരുന്നെങ്കിൽ അച്ഛന്റെ കണ്ണ് അടഞ്ഞു പോകില്ലായിരുന്നു. സത്യം. താങ്ക് യു വെരി മച്ച്.